നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപരാധങ്ങൾ കോർത്തിണക്കിയ ഒരു വലിയ അപരാധ വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. കഴിവുള്ളവർക്കും കഴിവേറുകൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം. சந்தோஷாய் நல்ல சந்தோஷாய் நீ வா. இது என் இடம், என் கோட். கடவுளே வந்தால் எதுவும் மாற்ற முடியாது. ഈ കടവുൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. இதெல்லாம் சப்பு மேட்ரு சார். ஒரு நல்ல லாயரை பார்த்தா உடனே முடிச்சிடலாம். ഇയാള് കൂടുതൽ മാച്ചിങ് ഒന്നും ഉണ്ടാക്കണ്ട കേട്ടാ. ഇയാളെ കാര്യം നോക്കി ഇരി. உடனே முடிச்சிடலாம். അപ്രസർ വരലിംഗ അയ്യാ. കേസ് പാസ്ഡ് ഓൺ ടു നെക്സ്റ്റ് മന്ത് സെക്കൻഡ്. അതെന്തോന്ന് സംസാരം ഉള്ളല്ലേ പറഞ്ഞേ. സെക്കൻഡ് സന്തോഷായി. പണത്തിനോട് ആർത്തി തോന്നുമ്പോ മനുഷ്യന് ബുദ്ധിഭ്രമം സംഭവിക്കും. നീ യാരെ വെച്ച് ഇനിമേ இந்த കേസ് നടത്തണം நான் பார்க்கறேன். മോനെ, எஸ் பாஸ். അണ്ണൻ കളത്തിൽ ഇറങ്ങേണ്ട സമയമായി. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. കോപ്പിറൈറ്റ്. വന്ന് നിന്റെ പേര് കൂടി നീ മറന്നു പോയോടാ കരുതേ. நீங்க யாரு? உங்களை இந்த கோர்ட்ல நான் பார்த்ததே இல்லையே. வா கருப்பு. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റുന്നേ. கொஞ்ச நாள் എങ്കിൽ ഞങ്ങൾ പോകാതെ അവസ്ഥ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? താൻ വായിച്ചു പഠിക്കാം. நான் யார்கிட்டயும் சொல்ல மாட்டேன். അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. മച്ച അഭിനയിക്കുമായിരുന്നു. അതേ മച്ച എങ്ങനെയുണ്ട് മച്ച? കൊള്ളാം മച്ച, കൊള്ളാം. என்ன சொன்ன? கடவுளே வந்தாலும் கோர்ட் ப்ரொசீஜரை மாத்த முடியாதா? പുലിവാലായല്ലോ. കൂടുതൽ പുലിവാലാകുന്നതിനും ഇറങ്ങി പോടാ. வந்துட்டேன்டா. இனிமே செம்ம அடி அடிக்க போறேன். ഈ വർഷം കൂടെ ഞാൻ സഹിക്കും. നീ രണ്ട് കൈ രണ്ട് കാലുള്ള മനുഷ്യനല്ലേ? இது கருப்புடா, கருப்புண்ண சாமி. ജപ്പാനിൽ പോയി ചെല്ലാൻ പഠിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ തന്നെ ഞാൻ ഇതാക്കിയത്. നീയൊക്കെ കൂടെ എന്നെ പിച്ച ചട്ടി എടുപ്പിക്കല്ലേ? கிரிக்கெட்ல கமெண்ட்ரி சொல்ற வேலைக்கு போறியா? அதுக்கு ஏதோ கிரிக்கெட் தெரியுமா? ഇവനാള് കൊള്ളാലോ. கையில துப்பாக்கி கிடைச்சா யார் என்னன்னு பார்க்காம நீட்டிடுவியோ? എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവര് നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. അതന്ന് ഞാൻ പറഞ്ഞാണല്ലോ, ഒരു കൈപ്പഴ പറ്റിപ്പോയി. சம்பவம் ഹലോ ബേബി സാറേ. കഴിവേറാത്ത മോനെ, കണ്ടവരൊക്കെ കട്ടത് പൊട്ടിച്ചാണോടാ നീ എനിക്ക് വെക്കുന്നേ? എല്ലാം നമ്മ അൻപാന ഫാൻസ്ക്കാക. ഞാൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുമേനി എന്നോട് പൊറുക്കണം.